ലോകമെങ്ങും കേരളത്തിൽ പ്രത്യേകിച്ചും ആരാധകർ ആവേശ കൊടുമുടിയിൽ നിൽക്കുകയാണ്. കുറച്ച് വർഷങ്ങൾ കേരളത്തെ സംബന്ധിച്ചുള്ള മഴയാണ് അല്ലേ, പലയിടത്തും മഴ. പിന്നെ ഈ സമയക്രമം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ജോലിയൊക്കെ ബാധിക്കുന്ന വിധത്തിലാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഫുട്ബോൾ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ, മത്സരത്തിൻ്റെ ഒരു തീ അങ്ങ് പടർന്നു തുടങ്ങിയാൽ പിന്നെ ഇതെല്ലാം ബാക്കി പ്രതിസന്ധികളെല്ലാം മാറും. പിന്നെ എല്ലാവരും ഫുട്ബോളിന് പിന്നാലെ. അപ്പോൾ നമുക്ക് ആദ്യം കൊച്ചിയിലേക്ക് ഒന്ന് പോകാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു പ്രകാശ് ഉണ്ട്. വിഷ്ണു, കൊച്ചിയിൽ പല പല പോയിന്റുകളുണ്ട്, അവിടെയെല്ലാം ഇങ്ങനെ ഫുട്ബോളിൻ്റെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഫുട്ബോൾ കാലം വരുമ്പോഴാണ് ക്ലബ്ബുകളൊക്കെ ഒന്ന് ഉണരുന്നത്? ഇങ്ങനെ ഒരു ക്ലബ്ബുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ആലോചിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ച് അങ്ങനെയെങ്കിലും ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കൂടി ഫുട്ബോൾ വഴിയൊരുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ബ്രസീലിൻ്റെ ജേഴ്സിയൊക്കെയാണ്, എനിക്ക് ജേഴ്സി കിട്ടിയില്ല, അർജന്റീനയുടെ ഇടണം. ശരി വിഷ്ണു, എങ്ങനെയുണ്ട് അവിടെ ആളുകളുടെ ഒരു ആവേശം? എങ്ങനെയുണ്ട് മത്സരത്തിന് ഇന്നത്തെ? ഇപ്പോൾ അങ്ങനെ ചെറിയ ടീമുകളിൽ നിന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ലോകകപ്പിനെത്തുന്ന ഒന്നും ചെറുതല്ല, വലിയ ടീമുകളാണ്. അപ്പോൾ എന്ത് സംഭവിക്കാവുന്ന മത്സരമാണ് ഇന്നു മുതൽ തന്നെ നമ്മൾ കാണാനിരിക്കുന്നത്? തീർച്ചയായും ഓരോ മത്സരവും ആ ഒരു മത്സരം നമുക്ക് ഫുട്ബോൾ കളിയാണ്. ആ ഫുട്ബോൾ കളി ഒരിക്കലും പ്രവചിക്കാൻ പറ്റുന്നതല്ല. അതിൻ്റെ അവസാന മിനിറ്റിൽ ഫൈനൽ വിസിൽ ഊതുന്നത് വരെ ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഗതി അത് എങ്ങോട്ട് മാറുമെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അവസാന മിനിറ്റിൽ വരെ തോൽക്കാനും തോൽവിയിൽ നിന്ന് മാറി സമനില പിടിക്കാനും ജയിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് സാധാരണക്കാരുടെ കളിയാണ് എന്നാണ് ഫുട്ബോളിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. ആളുകൾക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ഈ കളി തുടങ്ങി ആദ്യ മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ ഒരേ ആവേശം നിൽക്കുന്ന ആ ഒരു കളിയാണ്. അപ്പോൾ വേൾഡ് കപ്പ് വരുമ്പോൾ പ്രത്യേകിച്ചും അത് ഇരട്ടിയാകും. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഇന്നേ വരെ ഇന്ത്യ ഒരു വേൾഡ് കപ്പിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും പ്രത്യേകിച്ച് കേരളത്തിൽ പല കോണുകളിൽ പല ടീമുകളുടെ ആരാധകർ, പല ക്ലബ്ബുകൾ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വലിയ ആവേശത്തോടു കൂടിയാണ് ഓരോരുത്തരും വേൾഡ് കപ്പിനെ സ്വീകരിക്കാറുള്ളത്. ഇത്തവണ അത് കുറച്ചൊരു അല്പം കുറഞ്ഞോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടും കുറഞ്ഞിട്ടില്ല. നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെയും അതേപോലെ തന്നെ മഴയുടെ ഒക്കെ ഒരു ആവേശം വന്നുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ വേൾഡ് കപ്പിലോട്ടൊരു ശ്രദ്ധ പോയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമൊക്കെ ആയിട്ട് വീണ്ടും ആ ഒരു ഫുട്ബോൾ ചർച്ചകളും, ഇല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന നഗരങ്ങളിൽ അല്ലെങ്കിൽ ചെല്ലുന്ന ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നിറയെ ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിൻ്റെയും സ്പെയിൻ്റെയും ഒക്കെ ഉള്ള നിറയുള്ള കട്ടൗട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും ആ ഒരു ഫുട്ബോളിൻ്റെ ആവേശത്തിലോട്ട് അത് വരുന്നു. പിന്നെയുള്ളൊരു പ്രത്യേകത, ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ 48 ടീമുകൾ പങ്കെടുക്കുന്നത്. അപ്പോൾ 48 ടീമുകൾ പങ്കെടുക്കുമ്പോൾ തുടക്കം മുതൽ ആ ഒരു മുൻ വർഷങ്ങളിലേതുപോലെയുള്ള ആ ഒരു ആവേശം ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ പലർക്കും ഉണ്ട്. പക്ഷേ ഇത് ഫുട്ബോളാണ്, ലോകകപ്പാണ്. അപ്പോൾ എല്ലാ കളിയിലും അത് ചെറുതെന്നോ വലുതെന്നോ ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല ആ ഒരു വേൾഡ് കപ്പിൻ്റെ വേദിയിൽ ജയിക്കണമെന്നുള്ള ഒരു ആവേശത്തോടെ ആയിരിക്കും ഓരോ ടീമും പന്ത് തട്ടുക. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരവും ആവേശമായിരിക്കും. ഇപ്പോൾ രാവും പകലും ഉറക്കൊളിക്കുന്ന ആ ഒരു ടെൻഷനൊന്നുമില്ല. ഫുട്ബോൾ കാണാൻ ആഗ്രഹിക്കുന്ന, വേൾഡ് കപ്പ് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഉറക്കമൊക്കെ അത് വീണ്ടും പുനഃക്രമീകരിച്ച് ആ മത്സരത്തിന്റെ സമയമാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടുതൽ ആരാധകരൊക്കെ വന്നു തുടങ്ങുന്ന സമയമാവുന്നുള്ളൂ. നമുക്ക് ഈ ഫുട്ബോൾ വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബുകളൊക്കെ ഒന്ന് ഉണർന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതുന്ന ഒരു സമയം കൂടിയാണ്. ഓരോ ജംഗ്ഷനിലും വലിയ വലിയ സ്ക്രീനുകൾ ഒരുക്കുക, ആളുകൾ കൂട്ടമായി വന്ന് കാണുക. അതൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ കോഴിക്കോട് പുതിയ പാലത്ത് ഏകദേശം ഒരു 12,000 പേർക്കെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ അതിഗംഭീരമായ സ്ക്രീനൊക്കെയാണ് ഒരുങ്ങുന്നത്. അങ്ങനെ വലിയ ഒരു സ്റ്റേഡിയത്തിൽ നമ്മളിരുന്ന് കാണുന്ന അതേ ആവേശം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് കാണുന്ന അതേ ആവേശം സൃഷ്ടിക്കാനാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർ ശ്രമിക്കുന്നത്. നോക്കാം. നമ്മളേതായാലും ബ്രസീലിൻ്റെ ആരാധകനാണ്. പെട്ടെന്ന് ഇറങ്ങിയ സമയത്ത് ജേഴ്സി എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് മാത്രമാണ്. ബ്രസീൽ രക്തമാണ്. നമ്മളുള്ളത് കോഴിക്കോട് പുതിയ പാലത്താണ്. ഇവിടെ വലിയൊരു സ്ക്രീനിൻ്റെ ഒരുക്കമാണ് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരേ സമയം തന്നെ 2000 പേർക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാൻ കഴിയുന്ന വിധത്തിൽ ഒരു വലിയ ഗാലറി ഒരുക്കുക എന്നതാണ് ഇവിടെയുള്ള ജനകീയ സമിതി ലക്ഷ്യമിട്ടിട്ടുള്ളത്. കഴിഞ്ഞ 3 ലോകകപ്പുകളിലും ഇവിടെ പ്രദർശനം ഉണ്ടായിരുന്നു. ഏതായാലും അതിഗംഭീരമായൊരു സ്ക്രീൻ തന്നെയാണ്. 1500 പേർക്ക് ഇരിക്കാനുള്ള ഗാലറിയും 500 പേർക്ക് ഇരിക്കാനുള്ള കസേരയാണ്. 12 സ്റ്റെപ്പിൻ്റെ ഇരുമ്പിൻ്റെ ഗാലറിയാണ്. വന്ന ആളുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, 10,000 സ്ക്വയർ ഫീറ്റ് ഡൂമ് പന്തലാണ് ഇട്ടിരിക്കുന്നത്. 300 സ്ക്വയർ ഫീറ്റിൻ്റെ LED വാളാണ്. കൂടാതെ 5000 വാട്സിൻ്റെ ഹാങ്കിങ് സൗണ്ട്സ്. അതാണ് ഞങ്ങളെ ഇത്തവണത്തെ പ്രത്യേകത. എല്ലാവരുമാണ് ഈ ജനകീയ സമിതിയുടെ ആളുകൾ. പല ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ബ്രസീലിന്റെ സ്വന്തം ആളാണ്, നമ്മുടെ സ്വന്തം ആളാണ്. കപ്പടിക്കൂലേ? 2026 കപ്പ് ബ്രസീൽ തൂക്കും. ട്രോഫി ആയിട്ട് പോവുകയും ചെയ്യും. അതിനായിട്ട് ഒരുങ്ങി വന്ന ടീം തന്നെയാണ് അർജന്റീന. ബ്രസീൽ എത്ര എന്ത് കളിച്ചിട്ടും കാര്യമില്ല, എന്തായാലും അർജന്റീന അത് എന്തായാലും 100%. 70% 30% മെസ്സി. ഇങ്ങനെയാണ് കളി നടന്നിട്ടുള്ളത്. ഇപ്രാവശ്യം ബ്രസീൽ 6ാമത്തെ കിരീടം ചൂടും. അത് വെറും സ്വപ്നമായിട്ട് കണ്ടാൽ മതി. ഞാൻ അർജന്റീന.
ഫാൻസിന്റെ എല്ലാ കളിക്കാരും ഒന്നിനൊന്നും ബെറ്റർ ആയിട്ടാണ് കളിക്കുന്നത്. മാച്ച് ഒന്നും പോരാ. ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതലാ. എല്ലാ കളിക്കാരും നെയ്മർ മാത്രല്ല, ഒരുപാട് ടീമുകളാണ് ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കാണ്. ഇപ്പൊ നമുക്ക് എന്ത് പറയാം, ലാസ്റ്റ് നമ്മൾ ക്ലൈമാക്സിൽ പോർച്ചുഗൽ കപ്പടിക്കും. പോർച്ചുഗലുകാരൊക്കെ വന്നിട്ട് എന്താ കപ്പ് കണ്ടുപോവാ. അതൊക്കെ എന്തായാലും അർജന്റീന ഈ പ്രാവശ്യം തൂക്കിയിരിക്കും. ബ്രസീൽ അർജന്റീന ടീമുകൾക്ക് തന്നെയാണ് ആരാധകർ കൂടുതൽ. എങ്ങനെ ഉഷാറാവും, അടിപൊളി. കപ്പാരടിക്കും. കപ്പാലടിക്കുമ്പോ പറയാൻ കഴിയില്ല. ആരെയും സപ്പോർട്ട് ചെയ്യുന്നത്? പ്രസിഡന്റ് കൊണ്ടു പ്രാവശ്യം. യൂത്ത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. നമ്മൾ അർജന്റീന കപ്പ് കൊണ്ടുവന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരങ്ങൾ അടിച്ചില്ലേ, ഇനി വിട്ടുകൊടുക്കണ്ട നമുക്ക്. അങ്ങനെ അത് പറ്റില്ല. ഇപ്പൊ കളി നാളെ തുടങ്ങാൻ പോവാണ്. സോ എക്സൈറ്റഡ് ആണ്, കണ്ടറിയാൻ ഇനിയിപ്പോ എന്താന്ന്. ആ ബിഗ് സ്ക്രീനിന്റെ പണി അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രാത്രിയാകുന്ന കളി തുടങ്ങുന്ന സമയത്ത് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരേ സമയം 2000 ആളുകൾക്ക് ഒരുമിച്ചിരുന്ന കളി കാണാൻ കഴിയുന്ന ഗാലറിയാണ് ഒരുങ്ങി വരുന്നത്.